ഉള്ളിവടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളി, സവാള നേർമയായി നീളത്തിൽ അരിഞ്ഞത്. ഞാൻ ഏകദേശം ഒരു 2 സവാള എടുത്ത് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ആദ്യം തന്നെ ഉള്ളി പാത്രത്തിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ഞെരടിയെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് തിരുമ്മിയെടുക്കണം. ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നമുക്കിനി അതും കൂടി ഒന്ന് തിരുമ്മിച്ചേർക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കടലമാവാണ് മെയിനായിട്ട് ചേർക്കുന്നത്. കൂടെ ഒരു ശകലം മൈദ മാവും അത്രയും തന്നെ അരിപ്പൊടിയും കൂടി ഇട്ട് തിരുമുന്നുണ്ട്. കാരണം എല്ലാം കൂടെ ഒരു ക്രിസ്പിനെസ് വേണം, ഒരു കുഴഞ്ഞ പരുവത്തിൽ ഉരുട്ടാൻ പറ്റണം. അതനുസരിച്ച് നമുക്ക് മാവും കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ ഈ സ്പൂണിന് ഒരു 3 സ്പൂണോളം കടലമാവ്, 2 സ്പൂൺ മൈദാമാവ്, 1 സ്പൂൺ അരിപ്പൊടി ഇത്രയും ചേർത്ത് നമുക്കിനി ഇത് മിക്സ് ചെയ്യാം. ഇത് പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഈ ഉള്ളിയും ചേർത്ത് ഒരുപാട് നേരം വെച്ചേക്കരുത്. വെള്ളം ഒരുപാട് ഇറങ്ങി നമുക്ക് കുഴയ്ക്കാൻ പാകമില്ലാതെ വരും. അപ്പോൾ ഇത് കുഴച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്കത് പൊരിച്ചെടുക്കുകയും വേണം. ഇത് ഇട്ടിട്ട് നമുക്കിനി ഇതിനി ഒന്ന് ഇളക്കി വെച്ചിട്ട് ബാക്കി പൊടിയും കൂടെ ചേർത്ത് ഉണ്ടയാക്കാം. മാവുകളെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തു. നമ്മളിനി പൊടി ചേർക്കുവാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം. ഇതിപ്പോൾ നല്ല ഉരുട്ടാൻ പരുവ ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇതാദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, വെള്ളം ഒരുപാട് ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കുകയേ വേണ്ട. ഉള്ളിയുടെ നനവ് കൊണ്ട് നമുക്ക് ഉരുട്ടാൻ പറ്റും. ഇൻ കേസ് അത് ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒരു ശകലം വെള്ളമൊക്കെ വളരെ സൂക്ഷിച്ചു. അതുപോലെ ഉപ്പ് നമുക്ക് ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വലിയ ഉരുളകളാണെങ്കിൽ നമുക്ക് അത് വെന്ത് വരാൻ താമസം ഉണ്ടാവും. അതുകൊണ്ട് ചെറിയ ഉരുളകളാക്കുക. പിന്നെ അതേപോലെ മാവ് ഒരുപാട് കൂടിപ്പോയാലും വേവാൻ താമസിക്കും. അതുകൊണ്ട് ഉരുട്ടാൻ മാത്രമുള്ള മാവ് ഇട്ടാൽ മതി. നമുക്കിനി ഇത് വറുത്തെടുക്കാം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന നമ്മുടെ നാടൻ ഉള്ളിവട. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതുപോലെ റാവൂസ് കിച്ചൺ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളും ബോക്സിലിടുക. അതിന് ചീനിച്ചട്ടിയിൽ എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞിട്ട് തീ കുറച്ച് കുറയ്ക്കണം. ഒരു മീഡിയം ഹീറ്റിൽ നമുക്ക് പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഉള്ളു വേവാൻ താമസം വരും. അതുകൊണ്ട് തീ കുറച്ച് കുറച്ചിട്ട് വറുത്തെടുക്കാം. നമ്മുടെ ഉള്ളിവട റെഡിയായി. നല്ല ക്രിസ്പിയാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതുമാണ്. എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. റാവൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.